എന്താണ് സ്പിരിച്വൽ സെൽഫ്? നമ്മുടെ ഏറ്റവും സുന്ദരവും ശക്തവുമായ രൂപത്തിനാണ് സ്പിരിച്വൽ സെൽഫ് എന്ന് പറയുന്നത്. ഇത് ഒരു ആധികാരികമായ സ്വയം ഉപാധികളില്ലാത്ത ഭാഗം, പാറ്റേണുകളില്ലാത്ത നമ്മളാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമാണ്. അതിനാൽ ഭാഷയിൽ ഇതിൽ ഒരു വ്യത്യാസവുമില്ല. ചിലർ ഹയർ സെൽഫ് അല്ലെങ്കിൽ പ്രപഞ്ചം, ദൈവം, ഉയർന്ന ശക്തി, ഉള്ളിലെ ബുദ്ധൻ എന്ന് യഥാർത്ഥ അസ്തിത്വം എന്നിവയെ ഇത് തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ടാകാം. ലോകമെമ്പാടും എല്ലാ മഹത്തായ ആത്മീയ പാരമ്പര്യങ്ങളിലും ദൈവത്വം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് ഒരു പഠിപ്പിക്കൽ ഉണ്ട്. തദ്ദേശീയരായ അമേരിക്കൻ ഹിന്ദു ബുദ്ധമത പാരമ്പര്യങ്ങൾ മുതൽ ക്രിസ്തുമതം വരെ മഹാരഥന്മാരും ശാസ്ത്രജ്ഞന്മാരും വരെ ദൈവം എന്ന ആശയം പാരമ്പര്യങ്ങൾ ഭൂമിയെ അല്ലെങ്കിൽ മനുഷ്യരാശിക്കുള്ളിലെ വെളിച്ചത്തെ ബഹുമാനിക്കുന്നു. നമ്മൾ ഒരു ശരീരത്തേക്കാൾ കൂടുതലാണെന്നും എല്ലാവരും സമ്മതിക്കുന്നതായി പറയുന്നു. നമ്മുടെ ഉള്ളിലെ വെളിച്ചം, ദൈവം, ദൈവിക ബോധം എന്നിവയെ നമ്മുടെ സ്പിരിച്വൽ സെൽഫ് എന്ന് പറയും. നമ്മുടെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ആത്മീയ സത്വം അല്ലെങ്കിൽ നന്മയും ആധികാരികയും പാറ്റേണുകളെ സ്പർശിക്കപ്പെടാത്ത നമ്മുടെ ആത്മാവാണ്. നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ഉറവിടം, നമ്മുടെ ആന്തരിക ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് ഇതിനെ പറയാം. നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധനെ കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വഭാവം കാണുക എന്നതാണ്. നിങ്ങളുടെ സ്വഭാവം ബുദ്ധനാണ്. ബോധിധർമ്മ 5-ാം നൂറ്റാണ്ടിലെ ബുദ്ധ സന്യാസി. ദൈവം എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നു. ഭഗവത്ഗീത ഏകദൈവം എല്ലാ ജീവജാലങ്ങളും മറഞ്ഞിരിക്കുന്നു. ഉപനിഷത്തുകളിലും എല്ലാ മൃഗങ്ങൾക്കും ശക്തിയുണ്ട്. കാരണം മഹാത്മാവ് അവയിലെല്ലാം വസിക്കുന്നു.